ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ മഴക്കല്ലേ വരുന്നത്. അപ്പോൾ വീടിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. അങ്ങനത്തെ അൽഹംദുലില്ലാ ഇന്ന് രാവിലെ തന്നെ ചക്കപ്പണിയാണ് കേട്ടോ. ഇന്ന് എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ട് അടുക്കള പണികളൊന്നും ഇല്ല കേട്ടോ. ചോറൊക്കെ പിന്നെ ഇന്നലെ പള്ളിക്ക് ബദറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് ബിരിയാണി കിട്ടിയിരുന്നു. അപ്പോൾ പിന്നെ അത് മതിയെന്ന് വെച്ചു. അപ്പോൾ പിന്നെ ഇക്കാക്ക് നേരത്തെ പോകണം. അപ്പോൾ ഇക്കാക്ക് 4 ദോശ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചക്ക കൂട്ടാനാക്കാമെന്ന് വെച്ചിട്ടാണ്. എങ്ങനെയായാലും സമയം 9 മണിയാവും ചായ കുടിക്കാൻ കുട്ടികൾ മദ്രസ വിട്ട് വരുമ്പോഴേക്ക്. അപ്പോൾ എന്നും തന്നെ ദോശയും പൊട്ടും അതൊക്കെ ഓരോന്ന് മാറ്റി മറിച്ചുണ്ടാക്കലല്ലേ. അപ്പോൾ ഇന്ന് പിന്നെ ചക്കക്കൂട്ടാൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇക്കാക്ക് പിന്നെ വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ ഒരു ചക്ക പിന്നെ മൂത്തച്ഛൻ്റെ വീട്ടിൽ നിന്ന് തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് 2 ദിവസമായിരുന്നു കേട്ടോ തന്നിട്ട്. ഞാൻ പഴുത്തിട്ടുണ്ടാവുമെന്ന് വെച്ചു കേട്ടോ. പക്ഷേ ഞാൻ നോക്കിയപ്പോഴത് പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ മുറിച്ചു ഇങ്ങനെ ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കൽ എങ്ങനെയാണ് ചക്ക ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ അടി ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ മുള്ള് വേറെ ആകും, ചക്ക ചുള വേറെ ആയിക്കിട്ടും. അങ്ങനെയാട്ടോ ചെയ്യാറ്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് റെഡി ആയിക്കിട്ടും കേട്ടോ. അങ്ങനത്തെ എല്ലാം റെഡിയാക്കി എടുത്തു. ഇത് ചെറിയ ചെറിയ പീസാക്കി എടുക്കണേ. ഫിനിമോൾക്കും തന്നെ രാവിലെ ചക്ക കൂട്ടാനൊന്നും ഇഷ്ടമാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാരൊക്കെ 2 ബാക്കിയുണ്ടായിരുന്നു. അത് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവൾ തിന്നോലെന്ന് വിചാരിച്ചു. പിന്നെ ഷിബിലി മോന് പിന്നെ എൻ്റെ പോലെ തന്നെ രാവിലെ ഇതൊക്കെ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ അൽഹംദുലില്ലാ ഒക്കെ ചെറിയ പീസാക്കി എടുത്തു. ഇത് അരിയാൻ എൻ്റെ കൂടെ എൻ്റെ അയൽവാസി താത്തയും വന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രാവിലെ അല്ല. അപ്പോൾ പിന്നെ ഷിബിലി മോന് മദ്രസ വിട്ട് വരുമ്പോഴേക്കും ആവും വേണം. അപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് നടക്കാൻ കേട്ടോ. അപ്പോൾ അവർ വിളിച്ചപ്പോൾ അവരും കൂടി വന്നിട്ടോ. എങ്ങനെയായാലും ഞങ്ങൾ 2 പേരും കൂടി കേട്ടോ എന്തുണ്ടാക്കിയാലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. പിന്നെ അവരും വിളിച്ചു. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ മദ്രസ ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ വല്ല മദ്രസ പൂട്ടിയത്. പിന്നെ അപ്പോൾ അവർ വരുമ്പോഴേക്കും ഒക്കെ റെഡിയാക്കാമെന്ന് വെച്ചതായിരുന്നു. പിന്നെ അത് ഞാൻ ചക്ക ഉണ്ടാക്കുന്നതിന് മുന്നിൽ തന്നെ ഞാൻ പിന്നെ അലക്കാനുള്ളതൊക്കെ കല്ലിൽ അലക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വെയിൽ കുറവല്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു വാഷിംഗ് മെഷീനിൽ ഇട്ട് ഉണക്കിയതായിരുന്നു. പിന്നെ അത് അലക്കലും ഉണക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത് ചക്കക്കൂട്ടന് വിസിലടിച്ചിരുന്നു കേട്ടോ. ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോ കുരു ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ കുറച്ച് തേങ്ങയും ചെറിയ ജീരകവും അതുപോലെ തന്നെ പിന്നെ ചെറിയ ഉള്ളിയും കൂടി അരച്ച് വെച്ചതായിരുന്നു കേട്ടോ. അതും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ചുവന്ന മുളകും കടുകും അതുപോലെ തന്നെ 2 വെളുത്തുള്ളിയും പിന്നെ വേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ആദ്യം തന്നെ അടുത്ത വീട്ടിലേക്കുള്ളതാണ് കൊടുത്തിട്ട്. അവർ നല്ല ചൂടുണ്ടല്ലോ. അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റല്ല. അതിൽ കൂടെ കട്ടൻ ചായയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചക്കക്കൂട്ടാനും കട്ടൻ ചായ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അങ്ങനത്തെ അവർക്കുള്ളത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ അത് എനിക്ക് ഷിബിലി മോനക്കുള്ളത് എടുക്കാൻ കേട്ടോ. ഇത് ഇങ്ങനെ അരിയുമ്പോൾ ഒരുപാടുണ്ടാവില്ലേ. പിന്നെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ന്നു പോവില്ലേ. അപ്പോൾ ഞാനിത് ആദ്യം ചെറിയ കുക്കറിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കൊണ്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ കുക്കർ മാറ്റിയതായിരുന്നു കേട്ടോ. അങ്ങനത്തെ അൽഹംദുലില്ലാ ഞാൻ ഷിബിലി മോനെ കൂടി കഴിച്ച് നോക്കാൻ കേട്ടോ. അപ്പോൾ ഷിബിലി മോന് പറയാൻ കേട്ടോ ചൂടോടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയായിരുന്നു കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗങ്ങളിൽ നല്ലോണം ക്ലീൻ ആക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആയിരുന്നില്ല അന്ന് പാമ്പ് വന്ന് ഇരുന്നത്. പിന്നെ ഈ ഭാഗത്തോട്ട് പോകാൻ തന്നെ പേടി ചെയ്തിട്ട് ഇവിടെ ഈ ചോറ്റോല ഇവിടെ ഇത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പാമ്പിനെ കണ്ടതിന് ശേഷം അത് പറിച്ചിട്ടതായിരുന്നു കേട്ടോ ഇക്ക. കാരണം ഓരോരുത്തർ പറയാം ഇതിൻ്റെ സ്മെല്ല് നല്ലോണം പാമ്പുകൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കും ഇവർ ഈ ഇടക്കിടക്ക് ഇവിടെ അങ്ങനെ പാമ്പിനെ കാണുന്നതെന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇക്ക അന്ന് ആ സ്പോട്ടിൽ തന്നെ ആ തൈകൾ ഒരുപാട് പറിച്ചിട്ടു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും തോന്നുന്നു കേട്ടോ. കാരണം ഞാനും തന്നെ ഇറച്ചിക്കായാലും മീൻ കറിക്കായാലും അതുപോലെ തന്നെ പുട്ടുണ്ടാക്കുമ്പോഴും ഒക്കെ ഇടും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലത്തെ ആൾക്കാരൊക്കെ വരും കേട്ടോ അതിന് വേണ്ടിയിട്ട്. ഫ്രണ്ട് വശം പിന്നെ ഒരു ദിവസം നമ്മൾ ക്ലീൻ ആക്കിയതായിരുന്നു. അതിൻ്റെ വ്ളോഗൊക്കെ നമ്മൾ ഇട്ടിരുന്നല്ലോ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് വരിക്കോസ് കാൽമുണ്ടായത് കാരണം കാല് കടഞ്ഞിട്ട് പിന്നെ ആ ഭാഗം നമ്മൾ മുഴുവനാക്കിക്കൊണ്ട് അവിടെ വെച്ചതായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ പിന്നെ പാമ്പിനെ കണ്ടു. അതിന് ശേഷം പിന്നെ എനിക്ക് വയ്യാതായി. പിന്നെ അത് നമ്മൾ പിന്നെ യൂട്യൂബിൻ്റെ അക്കൗണ്ട് പോയി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ക്ലീൻ ആക്കാൻ കുറച്ച് വൈകി പോയതാണ് കേട്ടോ. ഇതെന്താണെന്നറിയോ, ഇത് നമ്മുടെ വീട് കൂടിയിരുന്ന ടൈമിലുണ്ടായിരുന്ന അലക്കുകല്ലാണ് കേട്ടോ. അപ്പോൾ അന്ന് പിന്നെ ഇവിടെ ഒന്നും മുറ്റൊന്നും കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ അലക്കുകല്ലിലായിരുന്നു കേട്ടോ അലക്കിയിരുന്നത്. ഇത് ഭയങ്കര വെയിറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ ആയി ഇങ്ങനെ ഇരിക്കണം. എപ്പോഴെങ്കിലുമൊക്കെ വിചാരിക്കും ഇത് മാറ്റി വെക്കണം, ഇക്കാനെ കൊണ്ട് പറയണമെന്നൊക്കെ വിചാരിക്കും. ചെയ്യാമെന്ന് പറയും. പിന്നെ ഞങ്ങൾ മറക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ ഏതായാലും ഇതാണ്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് സ്ഥലം കിട്ടും. അപ്പോൾ പിന്നെ അവിടെ എന്തെങ്കിലും തെയ്യ് വെക്കാൻ നല്ല ലെവലിലാണ് കേട്ടോ ഞങ്ങൾ ഈ കല്ല് ഇവിടുന്ന് മാറ്റുന്നത്. അതിൻ്റെ അടിയിലായിട്ട് 4 കല്ല് വെച്ചതായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിലാണ് ഈ അലക്കുകല്ല് വെച്ചിരുന്നത്. അപ്പോൾ പിന്നെ ആ കല്ല് ഏതായാലും ഞങ്ങൾക്ക് പൊന്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ കല്ല് മാറ്റി വെക്കുകയാണ് കേട്ടോ. കല്ലും തന്നെ മെഷീൻ കല്ലല്ലേ, ഞങ്ങൾക്ക് വെയിറ്റ് താങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്താലും ഷിബിലി മോന് പറഞ്ഞു നിങ്ങൾ ഏതായാലും മറ്റേ സൈഡ് അടിച്ചു വരി, ഞാൻ അപ്പോഴേക്ക് നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് അർബാന എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും അവൻ അതെടുത്ത് കൊണ്ടുവരട്ടെ. അതുവരേക്കും പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണേ. ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറില്ല കേട്ടോ. മന്ത്ലി ക്ലീനിങ്ങിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവിടെയൊക്കെ ഞാൻ പിന്നെ മാസം ചെയ്യാറുള്ളതാണ്. ഇപ്പോഴിതാ ഒരുപാട് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു
ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഭാഗം ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഷിബിലിമോനെ അർവാനും കൊണ്ട് എത്തിട്ടോ. അങ്ങനെ കല്ലുകളൊക്കെ ഞാൻ ഷിബിലിമോനെ കൂടി പിടിച്ചിട്ട് അറുവാനേൻ്റെ അവനെ കൊണ്ടുവിട്ടു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ അരക്കുകല്ലുണ്ടല്ലോ, ഇതാണ് കേട്ടോ അടുത്ത ലക്ഷ്യം. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരിക്കും. പിന്നെ അത് പുറത്തേക്കാണ്ട് എത്താനുള്ളൊരു വഴിയായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി കണ്ടത്. പക്ഷേ ഞങ്ങൾക്ക് അത് താങ്ങാൻ കഴിയണില്ല കേട്ടോ. അറുവാനേക്കാണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും അത് പുറത്തേക്ക് എത്തിക്കാന്നുള്ള ലെവലായിരുന്നു കേട്ടോ. പക്ഷേ ആ ശ്രമം പാളിപ്പോയിട്ടാ. പിന്നെ ഷിബിലിമോനെ ഒരു ഐഡിയ പ്രയോഗിച്ചിട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കമ്പിപ്പാര. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേശ്ശെ മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു കമ്പി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ അപ്പോൾ പിന്നെ ചെറിയ രീതിയിൽ പിന്നെ അങ്ങനെ അതങ്ങനെ പൊന്തിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ അത് പുറത്തേക്ക് എത്തിക്കണ്ടേ, അപ്പോൾ അതിനുള്ള ശ്രമം ഞങ്ങൾ കണ്ടെത്തിയിട്ടോ. പിന്നെ ഇത് ജോലോ ഇത് നല്ല വെയിറ്റാണ്. അപ്പോൾ പിന്നെ പുറത്തേക്ക് എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ അടുത്ത വീട്ടിലേക്കുള്ള സ്റ്റെപ്പാണ് കേട്ടോ. അവിടെ ഒരു വഴി ഇട്ടതായിരുന്നു അടുത്ത വീട്ടിലേക്ക്. അപ്പോൾ പിന്നെ അതിനോട് ചാരിക്കൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ മണ്ണും കല്ലൊക്കെ നിറച്ചിട്ട് ആ സ്റ്റെപ്പ് ഒന്ന് വീതി കൂട്ടാമെന്ന് വിചാരിച്ചു. ആ ലെവലിലാക്കിയിട്ടാണ്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഏകദേശം ഇത് ഞങ്ങൾ ലെവലാക്കി കൊണ്ടുവന്നു കേട്ടോ. ഈ രീതിയിൽ എത്തിയിട്ടാണ് നമ്മൾ ഷിബിലിമോൻ്റെ പ്രയത്നം കൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ എത്തിയത്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ കഴിയുന്ന രീതിയിലൊക്കെ ഒപ്പിച്ച് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇടകിലൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പോൾ അവന് പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് അവനിതാ കല്ലും മണ്ണൊക്കെ വെച്ച് തേണ്ടുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി പാമ്പ് വരൂല. പക്ഷെ വന്ന് നമ്മൾ കാണുന്നു ചെയ്യും. മെഷീന് അവനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ അവനക്ക് ഷർട്ടും പാകും കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. നല്ല വൃത്തിയിലാണ് എന്ത് പണി ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനത്തെ ആ പണികളൊക്കെ ഞാൻ സ്പീഡിലാക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ചെരുപ്പിൽ നല്ലോണം ചളി അടഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവന് ആ സ്പോട്ടിൽ തന്നെ കഴുകി കളയാനാണ് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഈ ഭാഗം കൂടി ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വെച്ച് ഇവിടെ നാൾ ക്ലീൻ ആക്കിയതായിരുന്നു. എന്നാലും വീണ്ടും പരന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും വേണ്ടിയില്ല, ഏതായാലും ക്ലീൻ ആക്കാമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്നുകൂടി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് മൺത്ലി എപ്പോഴും ക്ലീനിങ് തന്നെയാണ്. എന്നാലും ഇനിയിപ്പോൾ മഴയും കൂടിയല്ലേ വരുന്നത്. ഇനി മഴക്കാലം ആയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആശാ വർക്കർ വരും, വീടും പരിസരം വൃത്തിയാക്കുന്നുണ്ടോ ഒക്കെ അന്വേഷിച്ച് എഴുതിയിട്ട് പോകും. ഇവിടെ എപ്പോൾ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എഴുതാനൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കാറുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ഇവിടെ പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടാവാറില്ല. എന്നാലും ചിരട്ടയിൽ വെള്ളം നിൽക്കേണ്ട, അതുപോലെ കുപ്പികളിൽ അങ്ങനെയൊക്കെ അവർ നോക്കിയിട്ട് പോകുമല്ലോ. അപ്പോൾ പിന്നെ ഏതായാലും മഴ വരുന്നതിന് മുന്നേ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ മഴ പെയ്ത് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊതുക് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള പലതും വരും. പിന്നെ അസുഖങ്ങൾ വരും, പനി വരും. അപ്പോൾ പിന്നെ അതിൽ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ അതിൻ്റെ ഇടയിലൂടെ ബാങ്ക് കൊടുത്തുട്ടാ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ചാറ്റൽ മഴയും കൂടിയിട്ടാ. ഏതായാലും ആ വക പണികളൊക്കെ കഴിഞ്ഞുട്ടാ. അപ്പോൾ പിന്നെ തിണ്ടുമ്മലൊക്കെ ചെറുത്തരത്തിൻ്റെ തിണ്ടുമ്മലൊക്കെ ആകെ ചളിയായിട്ടുണ്ട്. അപ്പോൾ ഷിബിലിമോന് ഏതായാലും മഴ പെയ്യല്ല, അപ്പോൾ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട പിന്നെ ആവശ്യമില്ലല്ലോ. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്. പിന്നെ ആ വെള്ളം വീഴുമ്പോൾ പിന്നെ ഒരുതി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചളിയൊക്കെ പിന്നെ അങ്ങനെ പോവും ചെയ്യും. അങ്ങനെ അവന് പിന്നെ ചെടിത്തടത്തിലെ തിണ്ടൊക്കെ ഒരുതി കഴുകുന്നുണ്ട്. ഞാൻ അടിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇത് അടിച്ചുവാലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് വശത്തെ തിണ്ടോളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളമാവട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഷീറ്റിട്ട സമയത്ത് അവിടെ പാത്തി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ മഴവെള്ളം അതിൽക്കാണ് വന്ന് വീഴുന്നത്. പാത്തി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്കായിരുന്നു അല്ലേ. അത് ആ സമയത്ത് അത് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്താൽ ഞാൻ എപ്പോഴും തുടച്ച് കൊടുക്കാറാണ് കേട്ടോ. മഴവെള്ളം ഇങ്ങനെ നിൽക്കും. പിന്നെ ആരെങ്കിലും പെട്ടെന്ന് വന്നിരിക്കും എന്നുള്ള ഒരു ഇതിൽ ഞാൻ പെട്ടെന്ന് തുടച്ചെടുക്കും കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മുടെ ഫുള്ള് ക്ലീനിങ്ങും കഴിഞ്ഞു കേട്ടോ. ഇതാ ഉഷാറായിട്ടുണ്ട്. കുറച്ച് ചപ്പുകളൊക്കെ നമ്മൾ തെയ്യങ്ങളുടെ ചോട്ടനെ കടന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇത് റെഡിയാക്കിയെടുത്തു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി മഴ ആയി തുടങ്ങിയില്ലേ. അപ്പോൾ വീടും പരിസരമൊക്കെ ഒന്ന് പിന്നെ വൃത്തിയാക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ പുറത്ത് ചായരിട്ട, അതുപോലെ തന്നെ ചെറിയ കുപ്പി, അങ്ങ് ചെടിച്ചട്ടി, അതിലൊക്കെ വെള്ളം നിൽക്കില്ല. അപ്പോൾ പിന്നെ കൂടുതൽ കൊതുകുകൾ വരാൻ സാധ്യത ഉണ്ടാവും ചെയ്യും. അപ്പോൾ പിന്നെ ഇപ്പോഴന്നെ വീടിൻ്റെ പുറംഭാഗമൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ചിരട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക.
ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളുടെ പിന്നെ കൊതുകിൻ്റെ ശല്യം കുറേയൊക്കെ കുറഞ്ഞു വരും കേട്ടോ. എങ്ങനെയായാലും കൊതുക് ഉണ്ടാവും, നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ. ഇതുവരെ എന്ന് പറഞ്ഞാൽ പാമ്പായിരുന്നു വിഷയമല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടായിരുന്നില്ലേ. ഇപ്പം പിന്നെ ആ കടും ചൂടൊന്നും വിട്ടില്ല. കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടും, പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പും. അതായിരുന്നില്ലേ ഇതുവരെയുള്ള വിഷയം. അങ്ങനത്തെ പിന്നെ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞു, മുറ്റടിച്ചാലൊക്കെ കഴിഞ്ഞു. ഇത് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അൽഹംദുലില്ലാ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും കാലം ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ബിരിയാണി ഉണ്ടായിരുന്നില്ല പള്ളിക്കൊന്ന് കിട്ടിയത്, അതേ ഒന്ന് ചൂടാക്കാൻ വെച്ചു കേട്ടോ. കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഇത് ചൂടായിക്കോളെന്ന് വെച്ചിട്ട് അത് ആദ്യം തന്നെ അത് വെച്ചിട്ട് കുളിക്കാൻ കയറി. പിന്നെ കുളി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് തിന്നിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.